കോളേജ് ഓഫ് നഴ്സിംഗിൽ സെക്കൻഡ് ഇയർ BSc നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ്. ഇവിടെ ആശ്ന. ഞങ്ങൾ ഇന്നിവിടെ എടുക്കാൻ പോകുന്നത് നമ്മൾ എല്ലാ വർഷവും നടത്തി വരുന്നതാണ്. വേൾഡ് ബ്രസ്റ്റ് ഫീഡിംഗ് വീക്ക് ആയിട്ടാണ് ഓഗസ്റ്റ് 1 to 7 നമ്മൾ ആചരിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ അതിനോട് ഭാഗമായിട്ട് എന്തൊക്കെയാണ് നമ്മൾ ഓരോരുത്തരും അറിയേണ്ട കാര്യം, ബ്രസ്റ്റ് ഫീഡിങ്ങിലൂടെ നമ്മൾ എന്തൊക്കെ അറിയണം, അതേപോലെ തന്നെ ഇതിലൂടെ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ സ്ത്രീയെ ഇതിലോട്ട് മുന്നോട്ട് കൊണ്ടുവരിക, ബ്രസ്റ്റ് ഫീഡിങ് എന്ന ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരിക. പിന്നെ ഈ വർഷത്തെ നമ്മുടെ തീമാണ് ക്ലോസിംഗ് ദ ഗ്യാപ്പ് ബ്രസ്റ്റ് ഫീഡിങ് സപ്പോർട്ട് ഫോർ ഓൾ എന്നുള്ളത്. അതായത് കൂടുതൽ പേരും ജോലിയുള്ള അമ്മമാരുണ്ട്. അപ്പൊ കുട്ടികൾക്ക് വേണ്ടത്ര പോഷകഗുണമായ മുലപ്പാൽ കിട്ടാത്ത ഒരവസ്ഥയാണ് ഇപ്പൊ നമ്മൾ കണ്ടുവരുന്നത്. അതിലൂടെ ധാരാളം രോഗങ്ങൾ കുട്ടികൾ നേരിടേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. അപ്പം അതൊക്കെ എങ്ങനെയാണ്, അതൊക്കെ മാറ്റി മാനസിക ആരോഗ്യമാണ് ഏറ്റവും കൂടുതൽ അമ്മയ്ക്ക് ഈ ഒരു കുടുംബത്തിൽ നമുക്ക് വേണ്ടത്. അപ്പം അവരെ മാനസികമായിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും സ്ട്രെസ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും മുലപ്പാൽ വർധന ഉണ്ടാകത്തില്ല. അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഉണ്ടാവുകയും കുട്ടിക്ക് ആ ആവശ്യമുള്ള മുലപ്പാൽ കിട്ടാതെ പല പല ആരോഗ്യത്തിന് കീഴടങ്ങേണ്ട ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ കേരളം പോകുന്നത്. അപ്പം എന്തൊക്കെയാണ് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത്, എന്താണ് ബ്രസ്റ്റ് ഫീഡിങ് എന്നുള്ളതാണ്. എന്താണ് ബ്രസ്റ്റ് ഫീഡിങ്? ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് അതിന് ഏറ്റവും അർത്ഥവത്തായിട്ടുള്ളതും പോഷകരമായിട്ടുള്ള ഭക്ഷണം എന്ന് പറയുന്നത് അമ്മയുടെ മുലപ്പാലാണ്. അപ്പം ഇത് നമ്മൾ കണ്ടുവരുന്നത് കൂടുതലും ഇപ്പം ജോലി ചെയ്യുന്ന സ്ത്രീകളിലാണ് കൂടുതലും കുട്ടികൾക്ക് കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് അവർ ജോലിക്ക് പോകുന്നു. ഒരു 3 മാസം കറക്റ്റായിട്ട് ആ ഒരു പോഷകാരമുള്ള ആ മുലപ്പാൽ കിട്ടിയാൽ കിട്ടി, പിന്നീട് അതിൻ്റെ ഒരു ആവശ്യകത അവിടെ ഉണ്ടാവില്ല. അപ്പൊ കുട്ടികൾ വേറെ അസുഖങ്ങൾക്ക് കീഴടങ്ങുന്നു. അങ്ങനെ പല പല സാഹചര്യങ്ങളാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പം ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു ടീം തന്നെ അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഇപ്പം കുറേ മുന്നോട്ട് പുതിയ കാര്യങ്ങൾ കടന്നു വരുന്നുണ്ട്. അപ്പൊ നമ്മൾ കൂടുതലും പറയുന്നതാണ് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് എന്നുള്ളത്. അപ്പൊ പുതിയതായിട്ട് നമ്മൾ എല്ലാവരും പറയുന്നതാണ് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്. എന്താണ് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് എന്നുള്ളത്? അതായത് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് എന്ന് പറയുന്നത് ഒരു കുട്ടി ജനിച്ചതിന് ശേഷം 6 മാസം വരെ നമ്മളിപ്പോൾ പറയുന്നത് മുലപ്പാൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നാണ്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് തന്നെ ഉണ്ട് ആ കുട്ടിക്ക് വളരാനുള്ളതും ശാരീരികമായിട്ടുള്ള എല്ലാ വളർച്ചയ്ക്കുമുള്ള ഗുണം ആ മുലപ്പാലിനുണ്ട്. പക്ഷെ നമ്മൾ ഒരു 80% ആൾക്കാർ മാത്രം അംഗീകരിച്ച് വരുന്ന ഒന്നാണ്. കുട്ടിയല്ലേ, അതിന് ദാഹം ഉണ്ടാവില്ലേ, ആഹാരം വേണ്ടേ, അങ്ങനെയൊക്കെ അത് മതിയാവോ എന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ട് പല ആളുകളിലും. പക്ഷെ അതിന് പഴയ ആൾക്കാരുണ്ടെങ്കിൽ അവരെ പഴയ കാര്യമായിട്ട് താരതമ്യം ചെയ്ത് പറയും. അതൊരിക്കലും ശരിയല്ല. പുതിയ അറിവുണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ കാണിക്കണം. ആ ഒരു മനസ്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. കുട്ടിക്ക് എന്താണ് വേണ്ടതെന്നല്ലേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അപ്പം എല്ലാവരും ഒരു 6 മാസം വരെയെങ്കിലും ആ കുട്ടിക്ക് മുലപ്പാൽ തന്നെ കൊടുക്കുക. വേറെ ഒന്നും ജ്യൂസോ കാര്യങ്ങളോ ഒന്നും കൊടുത്ത് അത് നശിപ്പിച്ച് കൊച്ചിന് വേണ്ട പോഷകാഹാരങ്ങൾ നിഷേധിക്കുന്നതിന് അതിന് സമമായിട്ട് മാറുകയുള്ളൂ. ഇനി അടുത്തത്, എന്തൊക്കെ തരം ടൈപ്സ് ഓഫ് ബ്രസ്റ്റ് മിൽക്ക്? പലതരമുണ്ട്. ഫസ്റ്റ് വൺ കൊളസ്ട്രോൾ. കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ കുട്ടി ജനിച്ചതിന് ശേഷം തൊട്ട് 4 ദിവസം ആ ഒരു അമ്മയുടെ ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പാലിനെയാണ് നമ്മൾ കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. പണ്ടൊക്കെ ഇത് നിഷേധിക്കായിരുന്നു. റിലീജിയസ് വൈസ് ആണെങ്കിലും പറയായിരുന്നു അത് കൊടുക്കാൻ പാടില്ല, അത് നല്ലതല്ല. പക്ഷെ കൊച്ചിനെ സംബന്ധിച്ച് ഫസ്റ്റ് കിട്ടുന്ന ഇമ്മ്യൂണിറ്റി പവർ അല്ലെങ്കിൽ പ്രതിരോധ ശേഷി അങ്ങനെയുള്ള സംഭവം ഒക്കെ അടങ്ങിയിട്ടാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്ന ഈ പാലാണ്. ഇത് പിന്നെ ഇത് കഴിഞ്ഞ് 2 ആഴ്ച ശേഷം ഉൽപ്പാദിപ്പിക്കുന്ന പാലിന് ട്രാൻസിഷണൽ മിൽക്ക് എന്നാണ് നമ്മൾ പറയുന്നത്. ട്രാൻസിഷണൽ മിൽക്കിലാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ്, പ്രതിരോധ ശേഷി, കുഞ്ഞിനുണ്ടാകേണ്ട പ്രതിരോധ ശേഷിയൊക്കെ ഈ പാലിൽ നിന്നാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ പ്രോട്ടീനും ഫാറ്റൊക്കെ കുറവായിരിക്കും, മധുരം കൂടുതലായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് ഈ പാലിന്റെ ട്രാൻസിഷണൽ മിൽക്കിന്റെ പ്രത്യേകത. അത് കഴിഞ്ഞ് മെച്ചർ മിൽക്ക്. കൊളസ്ട്രോളും മെച്ചർ മിൽക്കും തമ്മിൽ താരതമ്യം ചെയ്ത് പറയുകയാണെങ്കിൽ കൊളസ്ട്രോൾ വളരെ തിക്കായിട്ടും യെല്ലോ കളറിലും ആയിരിക്കും കാണപ്പെടുക. അതുപോലെ മെച്ചർ മിൽക്ക് ആ പറയുന്നെങ്കിൽ വളരെ തിന്നായിട്ടും വാട്ടറി ആയിട്ടായിരിക്കും, അതായത് വെള്ളം പോലെയുള്ള പാലായിരിക്കും മെച്ചർ മിൽക്ക്. ആ സ്റ്റേജിൽ ഉള്ള പാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ന്യൂട്രിയൻസ് വളരെ അധികം കൊച്ചിന് കിട്ടുന്നത് ഈ സ്റ്റേജിലുള്ള മിൽക്കിൽ നിന്നാണ്. അതായത് കൊച്ചിന് വേണ്ടിയിട്ടുള്ള
ആവശ്യത്തിലുള്ള ന്യൂട്രിയൻസ് കിട്ടും. കിട്ടുന്ന മിൽക്ക് മിക്സർ മിൽക്കാണ്. പിന്നെ ഫോർ മിൽക്ക് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ വായിലേക്ക് നിപ്പിൾ എത്തിയതിനു ശേഷം ഫസ്റ്റ് സക്ക് ചെയ്ത് കിട്ടുന്ന മിൽക്കാണ് ഫോർ മിൽക്ക് എന്ന് പറയുന്നത്. അതിന് കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻ, ഷുഗർ, വിറ്റമിൻസ്, പിന്നെ വാട്ടർ ഇതെന്ന് പറഞ്ഞത് എല്ലാവരും ഡൗട്ടാണ്, കുട്ടിക്ക് എല്ലാവരും ദാഹിക്കത്തില്ലേ? പക്ഷെ ഇല്ല, ഈ പാലിന് തന്നെ എല്ലാം ജലാംശം എല്ലാം അടങ്ങുന്ന ഒന്നാണ്. അതുകൊണ്ട് കുട്ടിക്ക് ദാഹിക്കത്തില്ല. അഥവാ നമ്മൾ അല്ലാതെ നോർമൽ വാട്ടർ കൊടുക്കുകയാണെങ്കിൽ കൊച്ചിന്റെ ആരോഗ്യത്തിന് പ്രശ്നമാകുന്നതാണ്. അപ്പം ഫോർ മിൽക്കാണ് ഫസ്റ്റിലെ കൊച്ച് നിപ്പിള് വായിൽ വെച്ചതിന് ശേഷം വരുന്ന മിൽക്ക്. അതിന് ശേഷം പുറകിൽ വരുന്ന മിൽക്കാണ് ഹൈൻ മിൽക്ക് എന്ന് പറയുന്നത്. അതാണ് കുട്ടിക്ക് കിട്ടാവുന്ന ഫാറ്റും എനർജിയും കൂടിയ മിൽക്കാണ് ഹൈൻ മിൽക്ക്. അപ്പൊ ഇത്രയാണ് ടൈപ്സ് ഓഫ് ബ്രസ്റ്റ് മിൽക്ക്: കൊളസ്ട്രോൾ, ട്രാൻസിഷണൽ, മിക്സ്ചർ, ഹൈൻ മിൽക്ക്. ദീസ് ആർ ദ ടൈപ്സ് ഓഫ് ബ്രസ്റ്റ് മിൽക്ക്. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് എപ്പോഴൊക്കെയാണ് നമ്മൾ മുലപ്പാൽ കുഞ്ഞിന് നൽകേണ്ടത് എന്നാണ്. ആദ്യം തന്നെ ഒരു നോർമൽ ഡെലിവറി ആണെങ്കിൽ കുഞ്ഞിനെ നമ്മൾ ഒരു അരമണിക്കൂറിനുള്ളിൽ നമ്മൾ മുലപ്പാൽ നൽകിയിരിക്കണം. ഇപ്പോൾ സിസേറിയൻ അങ്ങനെയുള്ള ഇതിലൂടെയാണ് അമ്മ പ്രസവിക്കുന്നതെങ്കിൽ അമ്മയ്ക്ക് അതിനനുസരിച്ചുള്ള വേദനയും പിന്നെ അതിനനുസരിച്ചുള്ള ഒരു ഡിസ്കംഫോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ഒരു ഇതുണ്ടെങ്കിൽ അമ്മയ്ക്ക് 2 മണിക്കൂറിനുള്ളിൽ വേണം കുഞ്ഞിന് അമ്മ മുലപ്പാൽ നൽകേണ്ടത്. ഇനി അടുത്തത് അതിൻ്റെ ഘട്ടങ്ങളാണ്. ആദ്യം തന്നെ പ്രധാനമായിട്ട് വേണ്ടത് അമ്മയുടെ ഒരുക്കമാണ്. അമ്മ എപ്പോഴും ശാരീരികമായിട്ടും മാനസികമായിട്ടും കുഞ്ഞിന് മുലപ്പാൽ നൽകാൻ ഒരുങ്ങിയിരിക്കണം. പിന്നെ അത് മാത്രമല്ല, മുലയൂട്ടുന്നതിന് മുന്നേ അമ്മ എപ്പോഴും വൃത്തിയാക്കിയിരിക്കണം. പിന്നെ അത് മാത്രമല്ല, അമ്മയ്ക്ക് അമ്മേനെ എങ്ങനെ നമുക്ക് പൊസിഷൻ ചെയ്യാം അതെന്ന് പറയുമ്പോൾ കൂടുതൽ അമ്മമാർ എപ്പോഴും മുലയൂട്ടുന്ന സമയത്ത് ഇരുന്നിട്ട് വേണം. തോളുകളെല്ലാം അവർ നല്ല രീതിക്ക് സ്ട്രെസ് ഫ്രീ ആയിരിക്കണം. ഒരിക്കലും ഒരു വിധത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടോ നേരിടാതെ നല്ല രീതിക്ക് തന്നെ നേരെ ഇരുന്നുകൊണ്ട് വേണം എപ്പോഴും മുലയൂട്ടാനായിട്ട്. പിന്നെ അത് പറ്റാത്ത സാഹചര്യത്തിലാണ് നമ്മൾ കിടന്നുകൊണ്ടുള്ള മുലയൂട്ടലോട്ട് നമ്മൾ പോകുന്നത്. ആദ്യം തന്നെ അമ്മ എങ്ങനെ ഇരിക്കണമെന്ന് വെച്ചാൽ കുഞ്ഞെപ്പോഴും കുഞ്ഞിൻ്റെ തലയും കുഞ്ഞിൻ്റെ ശരീരവും എപ്പോഴും നേരെ വെച്ചുകൊണ്ട് വേണം കുഞ്ഞിന് മുലയൂട്ടാനായിട്ട്. അതുമാത്രമല്ല, അമ്മയുടെ ശരീരവും കുഞ്ഞിൻ്റെ ശരീരവും എപ്പോഴും യോജിച്ച് തന്നെ ഇരിക്കണം. അല്ലാതെ വേർതിരിവ് കാണിച്ച് ഒരിക്കലും കുഞ്ഞിന് മുലയൂട്ടാൻ പാടില്ല. കുഞ്ഞിൻ്റെ എപ്പോഴും അമ്മയുടെ നിപ്പിൾ എപ്പോഴും കുഞ്ഞിൻ്റെ വായുടെ അകത്ത് തന്നെ ഇരിക്കണം. അത് പുറത്തോട്ട് വരികയില്ല നമുക്ക് കാണാവുന്ന രീതിക്ക് ഒരിക്കലും മുലയൂട്ടാൻ പാടില്ല. പിന്നെ അടുത്തത് വരുന്നതെന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം അമ്മ നേരെ ഇരുന്ന് കഴിഞ്ഞു, അമ്മയ്ക്ക് മുലയൂട്ടാൻ ഒരു പ്രാപ്തിയായി വന്ന് കഴിയുമ്പോൾ അമ്മ നേരെ കുഞ്ഞിനെ പിടിച്ചിട്ട് കൈത്തട്ടിൽ കിടത്തി എപ്പോഴും സുരക്ഷിതമായിട്ട് വേണം എപ്പോഴും നമ്മൾ മുലയൂട്ടാനായിട്ട്. പിന്നെ അമ്മയെ ഇരുത്തുന്നതിന് നമ്മൾ കുറച്ച് പൊസിഷൻസ് ഉണ്ട്. ആ പൊസിഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ലേഡ് ബാക്ക് പൊസിഷൻ, പിന്നെ ക്രോസ്ബാഡൽ പൊസിഷൻ, പിന്നെ ലേഡ് ബാക്ക് ആഫ്റ്റർ സി സെക്ഷൻ, പിന്നെ ക്രാഡൽ പൊസിഷൻ, സൈഡ് ലൈൻ പൊസിഷൻ, ഡാൻസർ ആൻഡ് നേഴ്സിംഗ് പൊസിഷൻ, ഫുട്ബോൾ ഹോൾ പൊസിഷൻ ആൻഡ് അപ്രൈറ്റ് ബ്രസ്റ്റ് ഫീഡിംഗ്. ഇതിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് 4 പൊസിഷനാണ്. ആദ്യത്തേത് ക്രോസ്ബാഡൽ പൊസിഷൻ. ഇതെന്ന് പറയുമ്പോൾ അമ്മയുടെ ഇടത് കൈയുടെ തള്ളവിരലും ചൂണ്ടുവിരലും എപ്പോഴും കുഞ്ഞിൻ്റെ 2 ചെവികളുടെയും പുറകിലായിട്ട് വേണം വരാനായിട്ട്. ഈ ചൂണ്ടുവിരലിൻ്റെയും തള്ളവിരലിൻ്റെയും ഇടയ്ക്കുള്ള ഭാഗം എപ്പോഴും കുഞ്ഞിൻ്റെ കഴുത്തിനോട് തന്നെ ചേർന്നിരിക്കണം. പിന്നെ അടുത്തത് വരുന്നത് ക്രാഡൽ പൊസിഷൻ. ഇതെന്ന് പറയുമ്പോൾ അമ്മയുടെ കൈത്തണ്ടിൽ കുഞ്ഞിനെ കിടത്തിയിട്ട് അമ്മയുടെ നിപ്പിളിന് നേരെ വേണം കുഞ്ഞിൻ്റെ മൂക്ക് വരാനായിട്ട്. അതിന് സമീപമായിട്ട് വേണം വെക്കാൻ. എന്നിട്ട് കുഞ്ഞിൻ്റെ തല എപ്പോഴും അമ്മ കൈ കൊണ്ട് കുറച്ച് ഉയർത്തി വയ്ക്കണം. അങ്ങനെയാണ് നമ്മൾ ക്രാഡൽ പൊസിഷനിൽ നമ്മൾ കുഞ്ഞിനെ മുലയൂട്ടുന്നത്. പിന്നെ ഫുട്ബോൾ ഹോൾ പൊസിഷൻ. ഇത് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് സിസേറിയൻ കഴിഞ്ഞ് 2 ഇരട്ട കുട്ടികളുള്ള അമ്മമാരിലാണ് നമ്മൾ ഫുട്ബോൾ പൊസിഷൻ കൊടുക്കുന്നത്. ഇതെന്ന് പറയുമ്പോൾ 2 കുഞ്ഞുങ്ങൾക്കും ഒരേ സമയം മുലയൂട്ടാൻ ആവശ്യം വരുവാണെങ്കിൽ നമ്മൾ ഒരു പില്ലോ, ഒരു തലയിൽ നമ്മൾ അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിംഗ് പില്ലോയൊക്കെ ഇപ്പോൾ നമുക്ക് അനുയോജ്യമാണ്. അത് നമ്മൾ നമ്മുടെ 2 സൈഡിലും വെച്ചിട്ട് നമ്മൾ ഒരു കൈ കൊണ്ട് തന്നെ നമുക്ക് ഏത് കൈയാണ്, ഇപ്പോൾ ഇടത്തെ കൈയാണെങ്കിൽ ഇടത്തെ കൈയുടെ കൈത്തട്ടിൽ തന്നെ കുഞ്ഞിൻ്റെ തലയും കഴുത്തും വരുന്ന രീതിക്ക് കുഞ്ഞിനെ കിടത്തിയിട്ട് കുഞ്ഞിന് മുലയൂട്ടാവുന്നതാണ്. എപ്പോൾ മുലയൂട്ടിയാലും നമ്മൾ കുഞ്ഞിനെ നമ്മുടെ അമ്മയുടെ ശരീരത്തോട് വെച്ച് തന്നെ ചേർന്ന് വെച്ചിട്ട് വേണം മുലയൂട്ടാൻ. പിന്നെ അടുത്തെന്ന് പറയുന്നത് സൈഡ് ലൈൻ പൊസിഷൻ. ഇതെന്ന് പറയുന്നത് ഇത് കൂടുതലും വരുന്നത് സിസേറിയൻ കഴിഞ്ഞ അമ്മമാരിലാണ്. സിസേറിയൻ കഴിഞ്ഞ അമ്മമാരിൽ കൂടുതൽ അമ്മമാർക്ക് ആദ്യം ഇതിൽ തന്നെ കുറച്ച് വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് അവർക്ക് മുലയൂട്ടാൻ ഇരുന്നുകൊണ്ട്
ചെയ്ത കുറച്ച് അമ്മയുടെ കൈത്തട്ടിൽ കുഞ്ഞിന് തല വരുന്ന രീതിക്ക് എന്നിട്ട് വേണം മുലയൂട്ടാനായിട്ട്. പിന്നെ എന്ന് പറയുന്നത് ലേറ്റ് ബാക്ക് ആഫ്റ്റർ സി സെക്ഷൻ. ഇതും നമ്മൾ സിസേറിയൻ കഴിഞ്ഞ അമ്മമാരിലാണ് കൂടുതൽ കൊടുക്കുന്നത്. ഇങ്ങനെ ലേറ്റ് ബാക്ക് സി സെക്ഷൻ പൊസിഷൻ എന്ന് പറയുന്നത് ഇതും സിസേറിയൻ കഴിഞ്ഞിട്ട് അമ്മക്ക് ഒട്ടും പറ്റാത്ത രീതിക്ക് നമുക്ക് ഇരുന്ന് കൊടുക്കാൻ പറ്റാത്ത ഒട്ടും പറ്റാത്ത രീതിയിലാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. പിന്നെ ഡാൻസ് ആൻഡ് ഹാൻഡ് റൈസിംഗ് പൊസിഷൻ, ഇതും നമ്മൾ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇതെല്ലാം അമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ലാസ്റ്റ് വരുന്നത് അപ്രൈറ്റ് പൊസിഷൻ. അതെന്ന് പറയുന്നത് നമുക്ക് ഒരു കുഞ്ഞിന് ഒരു 3 മാസമൊക്കെ ആയി കഴിയുമ്പോൾ തന്നെ കുഞ്ഞിന് പതുക്കെ ഒന്ന് ഇരിക്കാം, നമുക്ക് പിടിച്ചുകൊണ്ട് ഇരിക്കാൻ പറ്റുന്ന രീതിക്കൊക്കെ കുഞ്ഞിന് ഇരുത്താൻ പറ്റും. അപ്പോൾ നമ്മൾ ഇരുന്നോണ്ട് മുലയൂട്ടുന്നതിനാണ് അപ്രൈറ്റ് പൊസിഷൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇതിനൊരു പുവർ അറ്റാച്ച്മെന്റും ഉണ്ട്, ഗുഡ് അറ്റാച്ച്മെന്റും ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഗുഡ് അറ്റാച്ച്മെന്റ് എന്ന് പറയുമ്പോൾ കുഞ്ഞിൻ്റെ എപ്പോഴും നല്ല രീതിക്ക് തന്നെ തുറന്നു വയ്ക്കണം. പിന്നെ അവരുടെ കവിളും അമ്മയുടെ ബ്രസ്റ്റുമായിട്ട് എപ്പോഴും യോജിച്ച് തന്നെ ഇരിക്കണം. ഏരിയോള എന്ന് പറയുന്നത് നിപ്പിളിന്റെ ചുറ്റിലുള്ള കറുത്ത ഭാഗമാണ്. ആ കറുത്ത ഭാഗം ഒരിക്കലും നമ്മൾ കാണുന്ന രീതിയിൽ വെക്കരുത്. കുഞ്ഞിൻ്റെ വായിലോട്ട് തന്നെ അത് വായിൽ തന്നെ അതിരിക്കണം. പിന്നെ കുഞ്ഞ് സക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നാക്കുകൊണ്ട് തന്നെ സക്ക് ചെയ്യണം. ഇപ്പം ചില കുഞ്ഞുങ്ങൾ ചുണ്ടുകൊണ്ട് മാത്രമായിട്ട് പിടിച്ചു വയ്ക്കുന്ന ആ ഒരു ഇത് നമ്മൾ കണ്ടു വരുന്നുണ്ട്. അതൊന്നും ഒരിക്കലും ഒരു ഗുഡ് അറ്റാച്ച്മെന്റ് ഭാഗത്ത് വരത്തില്ല. പൂർ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് അമ്മ ഇപ്പം ഒരു ശരിയായ രീതിക്ക് മുലയൂട്ടുന്ന ഒരു അമ്മയിലാണെങ്കിൽ ഒരിക്കലും ഒരു വേദനയോ എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്കംഫോർട്ടോ കാര്യങ്ങളോ ഒന്നും ആ അമ്മയ്ക്ക് അനുഭവപ്പെടില്ല. അതേസമയം ശരിയായ രീതിക്കല്ല ആ അമ്മ മുലയൂട്ടുന്നതെങ്കിൽ ആ അമ്മയ്ക്ക് എപ്പോഴും വേദന ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല മുലയിൽ തന്നെ നമുക്ക് കുറച്ച് ഇപ്പം പൊട്ടുന്നതും വിട്ട് കീറുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് കാണാൻ സാധിക്കും. മുലയൂട്ടുന്നതിലൂടെ അമ്മമാർക്ക് ഉണ്ടാക്കുന്ന ഗുണങ്ങൾ. ഫസ്റ്റത്തത് ഹോർമോണുകളുടെ ആനുകൂല്യം. ഓക്സിറ്റോക്സിൻ എന്ന് പറയുന്ന ഹോർമോണാണ് മെയിനായിട്ടും പ്രസവശേഷം യൂട്രസിന് പഴയ സ്ഥിതിയിലേക്ക് എത്തിക്കുന്നത്. ഈ ഹോർമോണുകളുടെ ഉൽപാദനം കൂടും. മുലയൂട്ടുന്ന സമയത്ത് രോഗസാധ്യത കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ മുലയൂട്ടുന്ന അമ്മമാർക്ക് ക്യാൻസർ, അതുപോലെ ഒവേറിയൻ ക്യാൻസർ, ഡയബറ്റീസ് മെലിറ്റസ് അങ്ങനെയുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഭാരനഷ്ടം എന്ന് പറഞ്ഞാൽ പ്രസവ സമയത്ത് അമ്മയ്ക്ക് മെയിനായിട്ടും അമിതമായിട്ടുള്ള കൊഴുപ്പൊക്കെ ഇതായി അമിതവണ്ണം വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ കുഞ്ഞിനെ മുലയൂട്ടുന്നത് വഴി അത് കുറയ്ക്കാൻ സഹായിക്കും. ആത്മബന്ധം, മുലയൂട്ടുന്നതിലൂടെ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആത്മബന്ധം ദൃഢമാകുന്നു. പിന്നെ മുലയൂട്ടുന്നതിലൂടെ നമ്മൾ വേറെ കാര്യങ്ങളൊന്നും നോക്കേണ്ടതില്ല. പിന്നെ ക്ലീൻ ആക്കുക മാത്രം ചെയ്താൽ മതി. അതുകൊണ്ടുള്ള കംഫർട്ട് കൂടുതലാണ്. പിന്നെ വൈകിയുള്ള അണ്ടോൽപാദനം എന്ന് പറഞ്ഞാൽ ഒരു മുലയൂട്ടുന്ന അമ്മയിൽ ആർത്തവ ചക്രം തിരിച്ചു വരാനുള്ള സമയം വൈകുന്നുണ്ട്. അതുകൊണ്ട് പിന്നീട് അടുത്ത ഗർഭം ധരിക്കാനുള്ള സാധ്യത വൈകിപ്പിക്കുന്നു. മുലയൂട്ടുന്നതിലൂടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന ഫലങ്ങൾ: മിതമായ പോഷണം, മുലപ്പാലിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ട മാനസിക ശാരീരിക വളർച്ചയ്ക്കുള്ള ഏകദേശം എല്ലാ പോഷക ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അതെല്ലാം കിട്ടുന്നു. പ്രതിരോധ ശേഷി, മുലപ്പാലിൽ അടങ്ങിയിട്ടുള്ള IgA എന്നുള്ള ഇമ്മ്യൂണോഗ്ലോബിൻ കുഞ്ഞിലുണ്ടാകുന്ന അസുഖങ്ങളെ തടയുന്നു. ദഹനാരോഗ്യം, കുഞ്ഞുങ്ങൾ വേറെ ഭക്ഷണം കഴിക്കുന്നതിലും മുലപ്പാലിലുള്ള ദഹനം വളരെ കൂടുതലാണ്. വൈജ്ഞാനിക വികസനം എന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ തലച്ചോറിൻ്റെ വികസനത്തിന് മെയിനായിട്ടുള്ള ഘടകങ്ങളെല്ലാം ഈ മുലപ്പാലിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് മനസ്സിന് വേണ്ടി സഹായിക്കുന്നു. ആരോഗ്യപരമായ ശരീരഭാരം, കുഞ്ഞിൻ്റെ ശരീരഭാരം പോഷകാഹാരങ്ങളാൽ നിറഞ്ഞതായതുകൊണ്ട് ആ ശരീരഭാരം ആരോഗ്യപരമാകുന്നു. ആത്മബന്ധം, കുഞ്ഞും അമ്മയും തമ്മിലുള്ള ആത്മബന്ധം മുലയൂട്ടുന്നതിലൂടെ ദൃഢമാകുന്നു. SIDS എന്ന് പറഞ്ഞാൽ സഡൻ ഇൻഫന്റ് ഡെത്ത് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന മരണനിരക്ക് കുറയ്ക്കുന്നു. പിന്നെ അമ്മമാരിൽ മെയിനായിട്ട് മുലയൂട്ടുന്നത് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ബ്രസ്റ്റ് എൻഗോർജ്മെന്റ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് മുലയൂട്ടാത്ത അമ്മമാരിൽ മുലപ്പാല് കെട്ടിക്കിടന്ന് ബ്രസ്റ്റിലുണ്ടാകുന്ന
വീക്കാണ് ബ്രസ്റ്റ് എൻഫോഴ്സ്മെന്റ്. പിന്നെ കുഞ്ഞിനെ നന്നായിട്ട് മുലയൂട്ടാത്തതിന്റെ ഫലമായിട്ട് ഇൻവേർട്ടഡ് നിപ്പിൾസ് അഥവാ വിപരീത മുലക്കണ്ണ് അതുണ്ടാകുന്നു. അടഞ്ഞ മുലക്കണ്ണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞ് നന്നായിട്ട് നിപ്പിള് സക്കിയാത്തത് കാരണം അതിലുണ്ടാകുന്ന ഡക്റ്റിലുണ്ടാകുന്ന കുഴപ്പമാണ് അടഞ്ഞ മുലക്കണ്ണ്. പിന്നെ കുഞ്ഞിന്റെ സക്കി ചെയ്യുന്നതിന്റെ ഇതിലുണ്ടാകുന്ന വ്യത്യാസം കാരണം ഉണ്ടാകുന്നതാണ് മുലക്കണ്ണ് വിണ്ടുകീറൽ. ബ്രസ്റ്റ് ഫീഡ് ചെയ്തതിന് ശേഷം ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണ് പറയുന്നത്. ആദ്യം കുട്ടി ഇങ്ങനെ എടുക്കുക, കുട്ടിയുടെ വയറ് നമ്മുടെ തോളിനോട് നേരെ ചേർത്ത് ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് ടാപ്പ് ചെയ്ത് ജസ്റ്റ് കൊടുക്കുക. ഓക്കെ, എപ്പോഴും പാൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്തതിന് ശേഷം ഉടനെ കിടത്തരുത്. ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്തതിന് ശേഷം മാത്രം കിടത്തുക. എന്തെങ്കിലും ഒരു അസ്വസ്ഥതയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വഴി കൊടുക്കുക. ഓക്കെ, പിന്നെ നമ്മൾ എപ്പോഴും ഒന്നുകൂടി പറയാണ്, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ടൈമിൽ കുഞ്ഞിന്റെ മൂക്ക് ശ്രദ്ധിക്കണം. അതോട് അമങ്ങി ശ്വാസം കിട്ടാത്ത അവസ്ഥ പല കുട്ടികളും മരണപ്പെടുന്നതിന് മെയിൻ കാരണം അതാണ്. ഉറക്കത്തിലൊക്കെ കൊടുക്കുന്ന ടൈമിലാണെങ്കിലും നമുക്ക് അത്ര ഉറപ്പുണ്ടെങ്കിൽ മാത്രം അങ്ങനെ കിടന്നു കൊടുക്കുക, അല്ലെങ്കിൽ പരമാവധി ഇരുന്നുകൊണ്ട് കൊണ്ട് തന്നെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക. പിന്നെ നമ്മൾ ഇത്രയും നേരം ബ്രസ്റ്റ് ഫീഡിങ് വീക്കായിട്ടുള്ള ഇന്ന് ഓഗസ്റ്റ് 2 അപ്പം അതിനോട് അനുസരിച്ചാണ് നമ്മൾ ഇതെല്ലാം പറഞ്ഞത്. അപ്പം എന്തെങ്കിലുമൊക്കെ ഇതിൽ നിന്നും എല്ലാവർക്കും പുതിയ പുതിയ അറിവുകൾ കിട്ടി എന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും അറിയാവുന്നവർക്കുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക. എന്താണ് 6 month എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് എന്നുള്ളത്, എന്താണ്, അതെന്തുകൊണ്ടാണ്, കുട്ടികൾക്ക് മുലപ്പാൽ മാത്രം കൊടുക്കുക, അതിന്റെ ഉദ്ദേശം എന്താണ്, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ എല്ലാം പറഞ്ഞു കൊടുക്കുക. പിന്നെ ഓരോന്നും നമ്മൾ അത് കൊടുക്കാതിരിക്കുമ്പോഴുള്ള അസ്വസ്ഥതകളും സ്ത്രീകൾക്കുണ്ടാകുന്ന അസ്വസ്ഥതകളും അതിനുണ്ടാകുന്ന രോഗാവസ്ഥയും പറ്റിയിട്ട് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. മാക്സിമം ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന അമ്മമാരുണ്ടെങ്കിൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക. ജോലി ചെയ്യുന്നവരാണെങ്കിലും അതിനുള്ള എല്ലാം ഉണ്ട്. ഇപ്പം ബ്രസ്റ്റ് ഫീഡിങ് പമ്പ് അങ്ങനെയുള്ള എല്ലാം ഉണ്ട്. പക്ഷേ നമ്മളൊന്ന് ആലോചിക്കേണ്ടത് വേറെയുള്ള പൊടി കലക്കി കൊടുക്കലോ അതുപോലെ അണുബാധയോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഇതിലില്ല. ബ്രസ്റ്റ് ഫീഡിങ് എന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് കൊടുക്കുന്നതൊക്കെ ഉണ്ട്. അതൊക്കെ കുറേ കോൺസിക്വൻസ് ഉണ്ട് അതിൻ്റെയൊക്കെ പുറകെ. പക്ഷേ ഇതിലൂടെ നമുക്ക് ഒന്നും തന്നെ കോംപ്ലിക്കേഷൻസോ അങ്ങനെയുള്ള കോൺസിക്വൻസോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ മാക്സിമം എല്ലാവരും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന മദേഴ്സ് ഉണ്ടെങ്കിൽ മുന്നോട്ട് അതേപോലെ തന്നെ 6 month വരെ ബ്രസ്റ്റ് മിൽക്ക് തന്നെ കൊടുക്കുക. വേറെ ഒന്നും തന്നെ കൊടുക്കേണ്ട. കുട്ടികൾക്കുള്ള എല്ലാം തന്നെയും ആ ഒരു ബ്രസ്റ്റ് മിൽക്കിലുണ്ട്.